Hi, welcome back to my channel. And so we have discussed up to question number 4 now. So we are going to discuss exercise 6.6 optional question number 5. In figure 6.60, AD is a median of triangle ABC and AM perpendicular to BC. Prove that. First sub question, second sub question, third sub question. 3 sub questions are there, and this is the figure given in the question. And let me tell you one thing, this question is very important. Very important. Okay. See, very simple to prove also. Okay. Let me explain the question. You can pause the video and read question number 5 twice. Okay. Let me explain the question. In figure, this is the figure. AD is a median of triangle ABC. In triangle ABC, let me repeat. In triangle ABC, AD is the median. What is the speciality of if AD is a median? If AD is a median, since it is given that AD, not AM, given that AD is a median, it means that AD should bisect BC. It means, since AD is a median, we can say AD bisect BC means BD should be equal to DC. ഈ AD എന്ന് പറയുന്ന ലൈൻ ബി സിനെ ബൈസെക്ട് ചെയ്യും. അങ്ങനെയല്ല ഫിഗർ ഞാൻ വരച്ചേക്കുന്നത്, കുറച്ചും കൂടെ ഡി ഇപ്പുറത്തോട്ടായിട്ട് വരയ്ക്കണം, എങ്കിലേ ബൈസെക്റ്റിൻ്റെ കറക്റ്റ് മീനിങ് കിട്ടുള്ളൂ. എങ്കിലും ഞാൻ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം, ഇനി ഫിഗർ മാറ്റി വരയ്ക്കാൻ പോകുന്നില്ല. സി എ ഡി മീഡിയൻ ആകുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു മീഡിയൻ ഷുഡ് ബൈസെക്ട് ദ തേർഡ് സൈഡ്. ദാറ്റ് മീൻസ് ബി ഡി ഷുഡ് ബി ഈക്വൽ ടു ഡി സി. ദാറ്റ് മീൻസ് ഇഫ് ബി ഡി ഈസ് ഈക്വൽ ടു എക്സ്, ഡി സി ഓൾസോ ഷുഡ് ബി വാട്ട് എക്സ്. യു മേ അണ്ടർസ്റ്റുഡ്, നോ? ഓക്കെ. നൗ okay, and AM perpendicular to BC. AM is a perpendicular to BC. So angle between AM and BC should be 90 degree. Okay. And we are supposed to prove this one first. We are supposed to prove that AC square is equal to AD square plus BC into DM plus BC by 2 whole square. And here left side also square, right side also having few squares. So of course it is by Pythagoras theorem. And shall we prove? Okay. So in order to prove this question, let me start from RHS side. LHS consists of AC square, RHS consists of this much time. Let me start from RHS. That means I am trying to reach from RHS to LHS. What RHS says, AD, I repeat, this is very important question. നിങ്ങൾ ചില കുട്ടികൾ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ചിലത് അവർക്ക് തീരെ പറ്റില്ലെങ്കിൽ ഒഴിവാക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങൾക്ക് തീരെ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാം വേണമെങ്കിൽ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നോട് പിന്നെ ബോർഡ് എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ ചില അപൂർവം കുട്ടികൾക്ക് തീരെ ഗ്രാസ്പ് മാച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ളതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വളരെ ടഫായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാം. അവർക്ക് പോലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാറ്റഗറിയാണിത്. കാരണം ഇത് ബോർഡ് എക്സാമിന് എന്തായാലും ചോദിക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ RHS is equal to what? We are starting from RHS and we are trying to reach to LHS. RHS says that AD square plus what? BC into DM plus BC by 2 whole square. ഇതിനെ കുറച്ച് ആൾട്രേഷനൊക്കെ നടത്തി, എനിക്ക് ആൾട്രേഷൻ നടത്തി എങ്ങോട്ട് എത്തിക്കണം? LHS ആയിട്ടുള്ള AC സ്ക്വയറിലോട്ട് എത്തിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ AD സ്ക്വയറിനെ അതുപോലെ നിർത്തുന്നു. എന്തുകൊണ്ട് ഞാൻ AD സ്ക്വയറിനെ സ്പോയിൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം. മറക്കില്ല, ഞാൻ പറഞ്ഞുതരാം. AD സ്ക്വയറിനെ ഞാൻ അതുപോലെ നിർത്തുന്നത്, എന്തുകൊണ്ടാണ് അതുപോലെ ഞാൻ AD സ്ക്വയറിനെ നിർത്തി പോകുന്നത് എന്നൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഓക്കെ. പ്ലസ് AD സ്ക്വയറിനെ വി ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച് AD സ്ക്വയർ ആസ് ഇറ്റ് ഈസ്. ആൻഡ് യു ജസ്റ്റ് സീ this BC, I repeat, this BC, can I write 2 into DC എന്ന് എഴുതാൻ പറ്റുമോ BCനെ? കാരണം എന്താ? BC എന്ന് പറഞ്ഞാൽ ടോട്ടൽ 20 ആണെങ്കിൽ ഇതെത്രയായിരിക്കും? 10. ഇതെത്രയായിരിക്കും? 10. കാരണം എന്താ? നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് AD is a median towards BC. That means AD should bisect BC. That means BD should be equal to DC എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ടോട്ടൽ 20 ആണെങ്കിൽ ഇത് 10 എന്നല്ല അർത്ഥം. അപ്പം BC എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഡബിൾ ആണെന്നുള്ളൊരു അർത്ഥമില്ലേ? സോ ക്യാൻ യു റീപ്ലേസ് BC by 2 into DC? You can replace BC by 2 into BD or 2 into DC. I am going to replace BC by what? 2 into DC. Any problem? BC by 2 into DC. So I am going to replace BC by 2 into DC and DM as it is plus, you see, okay, now you just see this BC by 2. Okay, BC by 2 whole square ആണ് എനിക്ക് മാറ്റേണ്ടത്. What is BC?
what is BC by 2? This is BC. Okay, what is BC by 2? This is BC. അപ്പോൾ ബി സിയുടെ ഹാഫ്, ബി സി ബൈ ടു എന്ന് വെച്ചാൽ ബി സിയുടെ ഹാഫ്. ഇറ്റ് ക്യാൻ ബി ബി ഡി, ഇറ്റ് ക്യാൻ ബി ഡി സി. ബി സി ബൈ ടു, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ബി സി ബൈ ടു? ഹാഫ് ഓഫ് ബി സി. ഹാഫ് ഓഫ് ബി സി മീൻസ് ദിസ് ഈസ് ടോട്ടൽ ബി സി. ഹാഫ് ഓഫ് ബി സി ക്യാൻ ബി ബി ഡി ഓർ ക്യാൻ ബി ഡി സി. ഐ എം ഗോയിങ് ടു റൈറ്റ് ബി സി ബൈ ടു ആസ് ഡി സി. സോ ബി സി ബൈ ടു സ്ക്വയർ ബിക്കം ഡി സി സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എ ഡി സ്ക്വയറിന് അതുപോലെ നിർത്തണമെന്ന്. സോറി, എ ഡി സ്ക്വയറിന് അതുപോലെ നിർത്തണ്ട. അതുപോലെ നിർത്തി നമ്മുടെ കാര്യം നടക്കില്ല. ഞാൻ എ ഡി സ്ക്വയറിനെ മാറ്റാൻ പോവാണ്. ഓക്കെ, എ ഡി സ്ക്വയറിനെ ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് എ ഡി സ്ക്വയറിനെ റീപ്ലേസ് ചെയ്യാം? സോ ഇനി ഇതിനെ മൊത്തം ഇങ്ങനെ ഈ രീതിയിൽ റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ഈ പോർഷനെ പറ്റി ആലോചിക്കേണ്ട. എ ഡി സ്ക്വയറിനെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചെയ്യണം. നിങ്ങൾ നോക്കിക്കോളൂ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന്. എ ഡി സ്ക്വയറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഡി ബിലോങ് ചെയ്യുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. This is the right triangle. This shaded triangle is the right triangle, consists of AD. And in this right triangle, AD is hypotenuse, this is height, and this is base. Then can you use Pythagoras theorem and can you write AD square is equal to AM square plus MD square? Yes. So replacing AD square by what? AM square plus, tell me, MD square. Then remaining these terms as it is 2 into DC into DM plus what? DC square. Are you following me? Yes. Now just see this AM square as it is. What is this? Can anyone tell me what is this? This is in the form a square plus 2ab plus b square. അതായത് എം ഡി നിങ്ങളൊരു എ ആണെന്ന് വിചാരിക്കുക. എം ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിക്കുക? ജസ്റ്റ് എം ഡി സ്റ്റാൻഡ്സ് ഫോർ ഒരു എ ആണെന്ന് വിചാരിക്കുക. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്താൽ മതി. എം ഡി എ ആണെന്ന് വിചാരിക്കുക. ഡി സി ബി ആണെന്ന് വിചാരിക്കാം. അപ്പം ഇത് എം ഡി അല്ലേ, ഇത് ഡി എം എന്ന് പറഞ്ഞാൽ എം ഡി അല്ലേ. എം ഡി നമ്മൾ എന്താണ് കൊടുത്തത്? എ. അപ്പോൾ ഇത് എം ഡി തന്നെ അല്ലേ, ഇതിപ്പോൾ എ ആയിട്ട് വരില്ലേ. ഡി സി എന്താ നമ്മൾ കൊടുത്തത്? ബി. അപ്പോൾ ഇത് ഡി സി ബി. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റായി? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനോ? If you mention MD as A and DC as B, here also it is DC. So B again, here also MD, A again. So it is in the form A square plus 2AB plus B square. What is A square plus 2AB plus B square? A plus B whole square. So you can write it as A plus B whole square. What is your A? MD. Plus B. What is your B? DC. So can you replace it as MD plus DC whole square? Because once again let me repeat, this is in the form A square plus 2AB plus B square. When you see A square plus 2AB plus B square, you can easily replace that as A plus B whole square. Your A is MD plus B is DC. So A plus B whole square. You may understood, no? Now we just see AM square as it is plus what is MD plus DC? MD plus DC is nothing but MC, no? MC. So MD plus DC is nothing but MC. So it becomes MC square. You may understood. So AM square plus, now we have AM square plus MC square. What is AM square plus MC square? This is AM square plus MC square. എന്താണെന്ന് പറയാൻ പറ്റുമോ? എന്താണ് AM square plus MC square? നിങ്ങൾ ഈ വലിയ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഏത് റൈറ്റ് ട്രയാങ്കിൾ? AMC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ആ വലിയ റൈറ്റ് ട്രയാങ്കിളിൽ AMCയിൽ റൈറ്റ് സൈഡിൽ എഴുതിക്കോളൂ. Consider right triangle AMC. Big right triangle AMC. Consider this right triangle AMC. In that right triangle, which is hypotenuse AC, base MC, height AM. So when you use Pythagoras theorem, you can write hypotenuse square is equal to height square plus base square. That means you can replace AM square plus MC square by what? AC square. So AM square plus MC square you can replace by what? AC square. So we started from RHS and we reached in AC square. AC square is nothing but your LHS. We started from RHS and we reached in AC square. That is your LHS. Hence the proof. Okay. ഇനി ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നിയതെന്ന് ഞാൻ പറയാം. എനിക്ക് ഇതാണ് നമ്മുടെ LHS. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എങ്ങോട്ടാണ് എത്തിക്കേണ്ടത്? AC സ്ക്വയറിലോട്ട് എത്തിക്കണം. AC സ്ക്വയറിലോട്ട് എത്തിക്കാൻ ഞാൻ കാണിച്ച രീതിയാണിത്. AD സ്ക്വയറിനെ എന്ത് ചെയ്തു? ഈ AD സ്ക്വയറിനെ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇത് ഇങ്ങനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഈ BC ഇൻറ്റു DMനെ അതുപോലെ നിർത്തുകയും BCനെ
2dc എന്ന് എഴുതുകയും BC by 2നെ DC സ്ക്വയർ എന്നൊക്കെ എഴുതിയെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ ഈ ഇത്രയും ടേം ഒരുമിച്ചെടുത്ത് A+B ഹോൾ സ്ക്വയറിലോട്ട് മാറ്റി ഈ രീതിയിലോട്ട് എത്തിക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊരു 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂവ് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാതെ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന്. നിങ്ങൾ സ്വന്തമായി പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. സ്വന്തമായി പ്രാക്ടീസ് ചെയ്ത് നോക്കി ഇതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളുടെ വഴി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. യു മേ അണ്ടർസ്റ്റുഡ് നോ? അല്ലാണ്ട് ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇതിൽ കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇതിന് ഓരോന്ന് ഇപ്പം ഞാനിതിപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു പോസ്റ്റ് അടിക്കുന്നുണ്ട്. കാരണം ഒരു പേപ്പർ എടുത്ത് സ്വന്തമായി ട്രൈ ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് ഓപ്ഷനിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5 ക്വസ്റ്റ്യൻ നമ്പർ 5 ഞാൻ നോക്കുമ്പം ഭയങ്കര വലുതായിട്ടാണ്, വലിയ ആൻസറാണ് ക്വസ്റ്റ്യൻ നമ്പർ 5 കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒന്ന് നിങ്ങൾക്ക് എത്രമാത്രം എളുപ്പമായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിയപ്പോൾ കിട്ടിയ വഴിയാണിത്. സ്വന്തമായി ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ പ്രാക്ടീസ് ചെയ്ത് തെറ്റും, ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവും. അങ്ങനെ പല മെത്തേഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു മെത്തേഡിൽ കൂടെ മൂവ് ചെയ്താൽ കിട്ടുമെന്ന്. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഷാൽ വി ഗോ ടു ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ? ഓക്കെ, മൂവിങ് ടു ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഫിഗർ വരച്ചിട്ടുണ്ട്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നമ്മൾ ആ ഫിഗറിൽ ഒരുപാട് മാർക്ക് ചെയ്ത് അലങ്കോലപ്പെടുത്തിയേക്കാണ്. ഇതാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഇവിടെയും പൈതഗോറസ് തിയറം തന്നെയാണ്. ബിക്കോസ് LHS and RHS consist of many square terms. So let me start from here also we are going to apply what Pythagoras theorem. So let me start from RHS again. So this is also similar to the first question. AD square minus BC into DM plus PC by 2 whole square. Okay, കഴിഞ്ഞ ക്വസ്റ്റ്യന് ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ചെറിയൊരു മാറ്റങ്ങൾ വരുത്തുമെന്ന് മാത്രം. വിച്ച് ഇസ് യുവർ ഫസ്റ്റ് ടൈം? വാട്ട് ഈസ് ദാറ്റ്? AD സ്ക്വയർ. നമ്മൾ RHS നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, AB സ്ക്വയറിലോട്ട് നമ്മൾ എത്തണം. എനി പ്രോബ്ലം? ഓക്കെ, വിച്ച് ഇസ് യുവർ ഫസ്റ്റ് ടൈം? AD സ്ക്വയർ. ക്യാൻ യു റീപ്ലേസ് AD സ്ക്വയർ ഇൻ എനി വേ? You just see what is AD square. This is your AD, no? This is your what? AD. So in right, consider this right triangle again. So in this triangle you can easily use Pythagoras theorem. So AD square will be AM square plus MD square. So replacing AD square as AM square plus MD square. നമുക്ക് ചെയ്തു നോക്കാം, തെറ്റോ ശരിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. മൈനസ്, കാരണം നിങ്ങൾക്കറിയാം ഇത് പോസ് അടിച്ചിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യുകയാണ്. നോക്കാം നമുക്ക് കിട്ടുമെന്ന്. അടുത്തത് BC into DM അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ DM-നെ നമുക്കതുപോലെ നിർത്താം. ഓക്കെ, DM-നെ നമ്മൾ അതുപോലെ നിർത്തുന്നു. BC-ക്ക് പകരം വാട്ട് ഐ ക്യാൻ റൈറ്റ്? ക്യാൻ യു ടെൽ മീ? So DM as it is, and BC instead of BC, BC is this total side, no? Instead of BC, we understood that AD is the median of BC, or AD is the median of this triangle. So BD should be equal to DC. So if BC is 20, BD should be 10 and DC should be 10. You may understood. So instead of BC, can you write 2 into BD? BC can be replaced as 2 into BD or 2 into DC. I am going to replace BC as 2 into BD. Any problem? No. So I am going to replace BC as 2 into BD plus BC by 2 whole square. Again BC by 2. What do you mean by BC by 2? Half of BC. Half of BC can be BD or DC. So I am going to write half of BC as BD. So it becomes BD square. Okay. Now we just see this AM square as it is. Consider these terms. Okay, this AM square as it is. Consider these 3 terms. If you consider MD as some A and BD as some B, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MD-നെ എയും BD-നെ ബിയും ആയിട്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ BD എന്താണ് കൺസിഡർ ചെയ്ത്? B. അപ്പോൾ ഈ BD B ആണെങ്കിൽ ഈ BD-യും B വരണ്ടേ? പിന്നെ MD നമ്മൾ എന്താണ് കൺസിഡർ ചെയ്ത്? A. ഇത് MD തന്നെയല്ലേ A? Now it become in which form? A square minus 2AB plus B square. What is A square minus 2AB plus B square? A minus B whole square. That means A minus B whole square. What is your A? MD minus A minus B. What is your B? BD. So A minus B whole square. Since this it came in the form A square minus 2AB plus B square, you can replace by using your identity A minus B whole square. This is your B. So A minus B whole square. And now we just see plus AM square plus what is MD minus BD? One problem happened. Let it be no problem. കാരണം MD minus BD ചെയ്യാൻ പറ്റുമോ?
എം ഡി എന്ന് പറഞ്ഞാൽ ഇതാ, അതിൽ നിന്ന് ബി ഡി കുറയ്ക്കാൻ പറ്റുമോ? ചെറുതിൽ നിന്ന് ഒരു വലിയ സാധനം കുറയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ദർ ഇസ് എ റിലേഷൻ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് ബി മൈനസ് എ ഹോൾ സ്ക്വയർ. ഐ റിപ്പീറ്റ്, you can write a minus b whole square as b minus a whole square. That is a relation, that is an identity, this is a formula. A minus b whole square, you can write it as b minus a whole square. So md minus bd whole square, can you write it as bd minus md whole square? Yes, of course. So it becomes am. Now problem solved. Am square plus what is bd minus md? bd യിൽ നിന്നും md സബ്ട്രാക്ട് ചെയ്ത് കളയുക. bd യിൽ നിന്നും bd മൈനസ് md എന്ന് വെച്ചാൽ bd ന്ന് md കളയുക, ആഡ് ചെയ്യല്ല കളയുക. bd ന്ന് md കളഞ്ഞാൽ എന്തുണ്ട്? bd ന്ന് md അങ്ങ് എടുത്ത് കളാം. അപ്പോൾ ബാക്കി എന്തുണ്ട്? bm അല്ലേ ഉള്ളൂ. യെസ്, വെൻ യു സബ്ട്രാക്ട് md ഫ്രം bd, അതർവൈസ് bd ന്ന് നിങ്ങൾ md അങ്ങ് എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? bm ഉള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് bd മൈനസ് md, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് bm. സോ bd മൈനസ് md സ്ക്വയർ ബിക്കം bm സ്ക്വയർ. സോ ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് am സ്ക്വയർ പ്ലസ് bm സ്ക്വയർ? In order to identify what is am square plus bm square, think about this triangle, this one. Triangle AMB. Consider triangle AMB. Consider right triangle AMB. There you can use Pythagoras theorem. Hypotenuse square AB square will be is equal to AM square plus BM square. So AB square will be what? AM square plus BM square. That means you can replace AM square plus BM square as what? AB square. AM square plus BM square you can replace as AB square. AM square plus BM square will be AB square. This is it. You may understood, no? Hence the proof. In the മൂന്നാമത്തെ sub question, we have to prove that one more sub question is there. That question is nothing but AC square plus AB square will be is equal to 2AD square plus half into BC square. This is the question we have to prove. Very simple question. No need to think about the figure and all. For solving first sub question and second sub question, we have depend upon the figure. But for this question, no need of figure. So we are going to use the first two results we have proved just now. ഏതൊക്കെ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തത്? ഫസ്റ്റ് റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തത് എ സി സ്ക്വയർ ഇസ് ഇക്വൽ ടു വാട്ട്? എ ഡി സ്ക്വയർ പ്ലസ് ബി സി ഇൻറ്റു ഡി എം പ്ലസ് ബി സി ബൈ ടു ഹോൾ സ്ക്വയർ. വി ഹാവ് പ്രൂവ്ഡ് ദിസ് വൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വി ഹാവ് പ്രൂവ്ഡ്. ആൻഡ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വി ഹാവ് പ്രൂവ്ഡ് ആസ് എ ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു എ ഡി സ്ക്വയർ മൈനസ് ബി സി ഇൻറ്റു ഡി എം പ്ലസ് ബി സി ബൈ ടു ഹോൾ സ്ക്വയർ. സെക്കൻഡ് വൺ, just add this both which we have proved. Two expression we have proved as first sub question and second sub question. Just add both, left side idea, right side idea. When you are adding left side, it becomes AC square plus AB square. When you are adding right side, BC DM minus BC DM cancel ആവും. ബാക്കി എന്നിട്ട് AD square plus AD square എന്ത് വരും? 2AD square, isn't it? What is BC by 2 whole square plus BC by 2 whole square? 2 into BC by 2 whole square, isn't it? So it becomes 2AD square plus 2 into BC square by BC by 2 whole square becomes BC square by 4. Here 2 will come, no? So answer is 2AD square plus BC square by 2. So AC square plus AB square is equal to what? 2AD square plus BC square by 2 or half BC square. Hence a proof. അത് നമ്മൾ പ്രൂവ് ചെയ്തു. നിങ്ങൾ നോക്കി നോക്കി പ്രൂവ് ചെയ്തോന്ന്. Hence a proof. Now we are supposed to prove actually question number 6. But question number 6 is a little bit hard. So what I am planning is, in this video I am not going to solve question number 6. ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേറൊരു ദിവസം അല്ല ഈ ദിവസം തന്നെ, കാരണം എനിക്ക് അത് ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി എൻ്റെ കളയാണ്. അപ്പം ബാക്കി ഈ ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. സോ ലെറ്റ് മീ ഡിസ്കസ് ക്വസ്റ്റ്യൻ നമ്പർ 7. സോ ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മൾ ലാസ്റ്റത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരും, ഇന്ന് തന്നെ ചെയ്തു തരും നിങ്ങൾക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 നമുക്ക് ചെയ്യാം. ഓക്കെ, question number 7. Okay, അതിൽ a figure is given, question is there in the textbook. Read the question. Very important question and very simple question. In this figure, two chords AB and CD. That means AB, two chords AB and CD. See, two chords. AB is a chord and CD is a chord. What do you mean by chord? Sorry, chord. Chord in the sense, this is what is chord. If you join a line, chord is a line joining between 2 points on a circle. That means, for example, if you mark the 2 points on a circle like this, if you are joining by using a line, that line is known as chord.
chord. You may understood, no? And see, if you mark 2 points like this, if you join 2 points by using a line, that point is also known as chord. And through the center, if you are going to draw a chord, that chord is known as what? Diameter. Okay. And in that way, AB is a chord and CD is a chord. Both are intersecting at the point P. You may understood, no? Yes. Prove that triangle APC and triangle DPB are similar. We are supposed to prove that triangle APC, this is your triangle, and triangle DPB, this is your triangle. Both triangles are similar. We are supposed to prove that both triangles are similar. Very simple. You may understood that these two angles are equal. Why? Because they are vertically opposite angles. If you mark it as angle 1, if you mark it as angle 2, they are equal. You can write angle 1 is equal to angle 2. Why? Because vertically opposite angles are equal, stands for one pair of angle. Okay, you understood that one pair of angles are equal. Then think about the next pair. And now we just see, see, I will introduce that. See, നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒരു റിസൾട്ട് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം. 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പഠിച്ചതാണ് നമ്മൾ. ഒരു സർക്കിള്, ആ സർക്കിളിലെ ഒരു സെഗ്മെൻറ്റ് എടുത്തു. ഇതിനെ പറയുന്നത് ഇതാണ് മൈനർ സെഗ്മെൻറ്റ്, ഇതിനെ പറയുന്നത് വലിയ സെഗ്മെൻറ്റിനെ പറയുന്നത് മേജർ സെഗ്മെൻറ്റ്. അതിൽ ഇങ്ങനെ ഒരു ആംഗിൾ ഞാൻ ഫോം ചെയ്തു, ഇങ്ങനെ ഒരു ആംഗിൾ ഞാൻ ഫോം ചെയ്തു. ഈ രണ്ട് ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? ആ രണ്ട് ആംഗിളും ഒരേ സെഗ്മെൻറ്റിലാണ്, മേജർ സെഗ്മെൻറ്റ് പോർഷനിലാണ് ഈ രണ്ട് ആംഗിളും പെട്ടേക്കുന്നത്. അല്ലാണ്ട് ഒരാംഗിൾ മൈനർ സെഗ്മെൻറ്റിലും ഒരാംഗിൾ മേജർ സെഗ്മെൻറ്റിലും ആണോ? അല്ല, രണ്ട് ആംഗിളും ഒരേ പോർഷൻ, ഒരേ സെഗ്മെൻറ്റ്. അതായത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇതിനെയാണ് മേജർ സെഗ്മെൻറ്റ്, ഇതാണ് മൈനർ സെഗ്മെൻറ്റ്. ഇങ്ങനെ രണ്ട് ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളും മേജർ സെഗ്മെൻറ്റിലാണ്, ഒരേ സെഗ്മെൻറ്റിലാണ്. അപ്പോൾ ആ രണ്ട് ആംഗിളുടെ മെഷർമെൻറ്റും ഈക്വലാണ്. ദാറ്റ് മീൻസ് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. So in that way, when we use that theorem or that property here, if we join AD, this smaller portion will be minor segment and this bigger portion will be major segment. And what about these two angles? Both angle C and angle B are on the same segment. Major segment അല്ലേ രണ്ട് ആംഗിൾ സിയും ആംഗിൾ ബിയും പെട്ടേക്കുന്നത്. ഇതുപോലെ തന്നെ ആംഗിൾ സിയും ആംഗിൾ ബിയും ഒരേ സെഗ്മെൻറ്റിലല്ലേ വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ആംഗിൾ സി ആൻഡ് ആംഗിൾ ബി ഷുഡ് ബി ഈക്വൽ. സോ യു ക്യാൻ റൈറ്റ് ആംഗിൾ സി ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ബി. വൈ? ബിക്കോസ് ഇൻ ബ്രാക്കറ്റ് യു ക്യാൻ റൈറ്റ് ദ റീസൺ ആസ് വാട്ട്? Both angles are on the same segment. So this is one pair of angle, this is another pair of angle, and this angle came from first triangle, this angle came from the second triangle, this angle came from the first triangle, this angle came from the second triangle. So one pair of angles, two pair of angles altogether, they are equal to each other. So by using what we can say, by using AA criteria, both triangles are similar. Hence the proof. And now we have to prove this one. We can depend upon this result. What result we have proved just now? We have proved that triangle APC is similar to triangle DPB. Since both triangles are similar, their sides are in equal ratio. So AP by DP should be equal to what? AP by DP should be equal to, tell me, PC by PB. ഇനിയുണ്ട് ഒന്നുകൂടെ, ഞാനത് എഴുതുന്നില്ല, ഇത് മതി. ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ AP into PB, AP into PB will be equal to what? DP into PC. See, AP into PB, AP into PB, CP, DP. You may understood, no? Okay. So this is the result. Very simple, no? Now it is the time to read question number 8. Okay. This is a figure according to the question. Let me explain the question. Two chords AB and CD. Two chords AB and CD. AB is a chord and CD is a chord. I repeat. AB is a chord and CD is a chord. When that two chords are produced, it will intersect at a point P. Okay, outside the circle. Prove that triangle PAC and triangle PDB are similar. Triangle PAC is this triangle and triangle PDB is the bigger triangle. That means this shaded smaller triangle and the bigger triangle, we are supposed to prove the smaller triangle and the bigger triangle are similar. What we can say? Is there any common angle in this smaller triangle and the bigger triangle? Of course, angle P is common. Angle P is equal to angle P. Why? Because they are common. You may understood, no? Any problem? Okay. ഇനി ഞാൻ നിങ്ങളോട് ചുമ്മാ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ഒരു കോമൺ കിട്ടി. സപ്പോസ് ഇത് 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക.
30 വേണ്ട 50 ആണെന്ന് വിചാരിക്കാം. ഇതെത്രയാണെന്ന് പറയാൻ പറ്റും നമുക്ക്? എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നറിയോ നിങ്ങൾക്ക്? ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു കഴിഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ 4 വെർട്ടിസസും ശ്രദ്ധിക്കുക, ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 വെർട്ടിസസും സർക്കിളിൻ്റെ മുകളിലാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിനെ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പം CDBA എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. അതിൻ്റെ 4 വെർട്ടിസസും സർക്കിളിൻ്റെ മുകളിലാണ്. അപ്പം ഈ വരച്ചേക്കുന്ന CDBA ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഷുഡ് ബി 180. വാട്ട്? സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഷുഡ് ബി 180. ഇപ്പോൾ ഞാനിവിടെ 50 എന്ന് കൊടുത്തു. അതായത് ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടണം, ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടണം. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? സോ ഇൻ റൈറ്റ് സൈഡ് യു ഹാവ് ടു റൈറ്റ് ദാറ്റ്. ദിസ് ഈസ് വാട്ട് ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. ഇത് ഞാൻ പ്രോബ്ലത്തിൽ നിങ്ങൾ എക്സാമിന് വെച്ചതൊന്നും എഴുതേണ്ട കാര്യമില്ല. ഇത് നിങ്ങളുടെ ഫർദർ ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്. സോ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നത് ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? ഇഫ് ഐ മെൻഷൻ ദീസ് ആംഗിൾസ് ആസ് ABCD, ആംഗിൾ A plus ആംഗിൾ C ഷുഡ് ബി 180 ആൻഡ് ആംഗിൾ B plus ആംഗിൾ D ഷുഡ് ബി ഓൾസോ വാട്ട് 180. സോ ഈ ആംഗിളെ ഞാൻ 50 ഡിഗ്രി എന്ന് വിളിക്കുന്നു. ചുമ്മാ 50 എന്ന് വിളിക്കാൻ അങ്ങനെ ഒരു നമ്പർ നമുക്ക് ഒരിക്കലും മെൻഷൻ ചെയ്യാൻ പറ്റില്ല. എക്സ് എന്നൊക്കെ മെൻഷൻ ചെയ്യാനല്ലാതെ എങ്കിലും ഞാൻ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. ഓക്കെ. സോ ഇഫ് ദിസ് ആംഗിൾ ഇഫ് ഐ മെൻഷനിങ് ആംഗിൾ B ആസ് സം 50, ഐ റിപ്പീറ്റ്, നിങ്ങൾ 50 എന്ന് കൊടുക്കരുത്. നിങ്ങൾ വേണേൽ പെൻസിലുകൊണ്ട് 50 എന്ന് എഴുതിക്കോളൂ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ. ഇത് 50 ആണെങ്കിൽ ഇത് എത്ര വരും? ഇതിൻ്റെയും സം എത്രയാണ് വരേണ്ടത്? ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ആണ്. അപ്പോൾ അത് 50 ആകുമ്പോൾ ഇത് 130 ആവണ്ടേ? രണ്ടിൻ്റെ സം 180 ആവണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിളിന് പ്രത്യേകത എന്താ? ഒരു ലൈനിൻ്റെ മുകളിലുള്ള 2 ആംഗിൾസാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് ലീനിയർ പെയർ അല്ലേ? സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ലീനിയർ പെയർ ഷുഡ് ബി 180. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടണം. അതിലൊന്ന് 130 ആണെങ്കിൽ ഇത് എത്ര വരും? 50 കിട്ടില്ലേ? മനസ്സിലായ മക്കളെ? ഇതാ ഈ ആംഗിളും ലീനിയർ പെയറാണ്. ഇത് 50 ആണ്, ഇത് 130. കാരണം എന്താ? സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്, അഥവാ സം 180 ആണ്. അപ്പോൾ ഇത് 50 ആണ്, ഇത് 130 വരും. ഇനി ഇത് 130 ആണെങ്കിൽ ഇതെന്ത് വരും? ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് ഇത് 50 ആയിട്ട് മാറും. ചുരുക്കം പറഞ്ഞാൽ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെ വരും? ഈ ആംഗിൾ ഈ ആംഗിൾ കേട്ടോ. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ എത്ര വരും? എക്സ് തന്നെ വരും. കാരണം എന്താ? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണിത്. ഓക്കെ. സോ വാട്ട് വി ക്യാൻ റൈറ്റ്. അപ്പോൾ നിങ്ങൾ 50 എന്ന് വിട്ടിട്ട് ഇനി എക്സ് ആയിക്കോളൂ. നിങ്ങൾക്ക് പിടുത്തം കിട്ടിയല്ലോ അല്ലേ? ദാറ്റ് മീൻസ് വാട്ട് വി ക്യാൻ റൈറ്റ്. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട, അത് നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ മതി. ഈ മനസ്സിലായ കാര്യം നിങ്ങളതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എഴുതിയാൽ മതി. എന്താണ്? ആംഗിൾ PCA ഈസ് ഈക്വൽ ടു വാട്ട്? ആംഗിൾ B. വൈ? ബിക്കോസ് പ്രോപ്പർട്ടി ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് എഴുതിയാൽ മതി. യു മേ അണ്ടർസ്റ്റുഡ് നോ? അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഇവിടെയുള്ള ആംഗിളും ഇങ്ങനെ വരുന്ന ആംഗിളും ഈ വരുന്ന ആംഗിളും ഈക്വലാണ്. അതുകൊണ്ടാണ് ഈ വരുന്ന ആംഗിളും ഈ ആംഗിളും ഈക്വലായത്. അതാകാനുള്ള റീസണാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് 50 എടുത്ത് പറഞ്ഞു തന്നത്. അപ്പം ഈ ആംഗിളും ഈക്വലായിട്ട് വരും. സോ ബിക്കോസ് പ്രോപ്പർട്ടി ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. യു മേ അണ്ടർസ്റ്റുഡ് നോ? യെസ്. ആൻഡ് സോ വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ്? ഫസ്റ്റത്തെ ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും ഒരു ആംഗിൾ കോമൺ ആയി. പിന്നെ ഈ ചെറിയ ട്രയാങ്കിളിൽ ഒരു ആംഗിളാണ് ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്ത ആംഗിൾ. അതും വലിയ ട്രയാങ്കിളിൽ ആംഗിളായ ആംഗിൾ ബിയും ഈക്വലാണ്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് പെയർ ഓഫ് ആംഗിൾസ്. സോ വാട്ട് വി ക്യാൻ സേ? ബൈ എ ക്രൈറ്റീരിയ ദിസ് ട്രയാങ്കിൾ is similar to this triangle. You may understood, no? Very important question. Okay. And next we have to prove the second part. Second part we can easily prove it out. Actually we are supposed to prove PA into PB is equal to PC into PD. Text book നോക്കുക. So അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. വാട്ട് വി ഹാവ് റിസീവ്ഡ്, we understood that triangle PAC is similar to triangle PDB. Since they are similar, their ratio of the sides should be equal. PA by PD, isn't it? PA by PD is equal to PC by PB. അത്രയും കൺസിഡർ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ PA into PB should be equal to PC into PD. Okay, hence the result. ഇതാണ് റിസൾട്ട്. PA into PB is equal to PC into PD. Okay, that's the result. We have to show it out. Okay. Now it is the time to read question number 9. Read question. D is a point on side BC of triangle ABC such that BD by CD is equal to AB by AC. Prove that AD is the bisector of angle BAC. Very important question. Okay. When I say very important, you should give that much seriousness to each question. Okay.
ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ എല്ലാ ക്വസ്റ്റ്യനും വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. സോ ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ എന്താണ്? ട്രയാങ്കിൾ എ ബി സി. ദർ ഇസ് എ ട്രയാങ്കിൾ എ ബി സി and such that BD by CD, it is given that BD divided by CD, what is given? Given that BD by CD is equal to AB by AC. Given that BD divided by CD is equal to AB divided by AC, and we are supposed to prove that AD is the bisector of angle BAC. We are supposed to prove that AD is the bisector of angle BAC. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? We are supposed to prove that AD bisects angle BAC. We are supposed to prove that actually AD is the bisector of angle BAC. അതായത് AD എന്ന് പറയുന്നത് ഒരു ബൈസെക്ടറാണ്. ഏത്? ആംഗിൾ BAC. ഈ ആംഗിളിൻ്റെ, ഈ ടോട്ടൽ ആംഗിളിൻ്റെ ബൈസെക്ടറാണ് AD എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. തന്നിട്ടില്ല. AD എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിളിൻ്റെ ബൈസെക്ടറാണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് AD bisects the total angle BAC. In other words, what we have to say, bisect means this smaller angle should be equal to this smaller angle. That we are supposed to prove. It is not given. That means we are supposed to prove that angle BAD is equal to angle DAC. This is the thing we are supposed to prove it out. You may understood, no? So shall we prove? Proof. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 9 ആയിരുന്നല്ലോ അല്ലേ? ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പുറത്ത് പോയതുകൊണ്ടാണ്. സോ അതിൽ നമ്മൾ ഈ ട്രയാങ്കിളുണ്ട്. ഈ ട്രയാങ്കിളിൽ നമ്മൾ തന്നിരിക്കുന്നത് AD അല്ലേ? യെസ്, ദിസ് ഇസ് ദ ഗിവൺ തിങ്. BD by CD is equal to AB by AC ആണ്. പ്രൂവ് ദാറ്റ് AD is the bisector of angle BAC. ആംഗിൾ BACയുടെ ഈ ടോട്ടൽ ആംഗിളിൻ്റെ ബൈസെക്ടറാണ് AD എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ AD ബൈസെക്ട്സ് ടോട്ടൽ ആംഗിൾ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AD ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു, അഥവാ ആംഗിൾ 1 is equal to ആംഗിൾ 2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൂഫിലോട്ട് നമ്മൾ കടക്കാൻ പോകണം. സോ ചെറിയൊരു കൺസ്ട്രക്ഷൻ നമ്മളിവിടെ നടത്താൻ പോകണം. ചെറിയൊരു കൺസ്ട്രക്ഷനല്ല, അത്യാവശ്യം വലിയൊരു കൺസ്ട്രക്ഷൻ. അതായത് ഈ ലൈനില്ലേ, അതിനെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യുന്നു. എനി പ്രോബ്ലം? ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി സം P. സോ എന്താണ് നമ്മൾ ചെയ്തത്? BA എന്ന് പറയുന്ന ലൈൻ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, Pയിലോട്ട് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ, സോ വാട്ട്? പ്രൊഡ്യൂസ് BA ടു വെയർ P. BA എന്ന് പറയുന്ന ലൈൻ BA എന്ന് പറയുന്ന ലൈൻ Pയിലോട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. Is there any problem? Producing BA to P. ഓക്കെ, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ AC-ക്ക് ഈക്വലായിട്ടുള്ള ഒരു ലെങ്ത്ത് AP ആകുന്ന രീതിയിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതായത് BAയിൽ നിന്ന് നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം കിട്ടുന്ന ഈ ഒരു പോർഷനിൽ, ഈ പോർഷൻ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു പോർഷൻ, അതിൻ്റെ ലെങ്ത്തും ഈ AC-ൻ്റെ ലെങ്ത്തും ഈക്വൽ ആകും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഉദാഹരണത്തിന് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ Aയിൽ നിന്നും 10 സെൻറ്റിമീറ്റർ നീട്ടത്തിലാണ് P മാർക്ക് ചെയ്യുന്നതെന്ന്. ഉദാഹരണത്തിന് ഇതൊരു 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതേ 5 സെൻറ്റിമീറ്റർ Aയിൽ നിന്നും ഇങ്ങോട്ട് മേലോട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ P മാർക്ക് ചെയ്യുന്നത്. അതായത് ഇത് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് APയും AC-യും ഈക്വലായി വരത്തക്ക രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ പ്രൊഡ്യൂസ് BA to P എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ കൂടെ ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. AP is equal to AC. ഞാൻ പറഞ്ഞു ഇതൊരു ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് ഇങ്ങനെ തന്നെ ഗ്രാസ്പ് ചെയ്യുക, ഇത് തന്നെ ഒരു 3-4 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക, അത്രയല്ലാണ്ട് നിവർത്തിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? BA പ്രൊഡ്യൂസ് ചെയ്യുക Pയിലോട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു പോർഷൻ കിട്ടും. ആ പോർഷൻ്റെ പ്രത്യേകത, ആ പോർഷൻ്റെ ലെങ്ത്തും AC-ൻ്റെ ലെങ്ത്തും ഈക്വലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ സാർ ഈക്വലായിരുന്നു? അങ്ങനെ ഈക്വലാകുന്ന രീതിയിലാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. സപ്പോസ് ഇതൊരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ നീട്ടി ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞില്ലേ, 5 സെൻറ്റിമീറ്റർ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണ്ടേ, 10 സെൻറ്റിമീറ്റർ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. കറക്റ്റ് അളവൊന്നും എടുത്ത് വരയ്ക്കേണ്ട, റഫ് ഫിഗർ വരച്ചാൽ മതി. പക്ഷേ മനസ്സിലാക്കുക, ഇവിടെ എത്ര ലെങ്ത് ഉണ്ടോ അതേ ലെങ്ത് ഇവിടെ വരുന്ന രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ്റെ കൂടെ പെടുന്നൊരു ഭാഗമാണ് AP is equal to AC. APയുടെയും AC-യും ലെങ്ത് ഈക്വലാവുന്ന രീതിയിൽ. ഓക്കെ, അപ്പം ഈ APൻ്റെയും AC-ൻ്റെയും ലെങ്ത് ഈക്വലാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ട്രയാങ്കിൾ. അപ്പോൾ എന്തായി? ഐസോസെലസ് ആയി. അതായത് സപ്പോസ് ഇഫ് ദിസ് ആംഗിൾ ഈസ് 1 ആൻഡ് ഇഫ് ദിസ് ആംഗിൾ ഈസ് 2, വാട്ട് വി ക്യാൻ റൈറ്റ്? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു വാട്ട്? ആംഗിൾ 2. വൈ? ബിക്കോസ് AP ഈസ് ഈക്വൽ ടു AC. സോ ലെറ്റ് ഇറ്റ് ബി എ ഫസ്റ്റ് എക്സ്പ്രഷൻ.
വൺസ് അഗെയിൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ സൈഡ് എത്രയാണ്? സപ്പോസ് ഒരു 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നിന്നും 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു. അതായത് ഇത് നീട്ടി വരയ്ച്ചിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ ഭാഗവും ഈക്വലാകത്തക്ക രീതിയിലാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഈ ട്രയാങ്കിൾ എന്തായി? ഐസോസെലസ് ആയി. അപ്പോൾ ഈ ഈക്വലായിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസായ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം എന്താവും? ഈക്വലാവും. അപ്പോൾ ഞാൻ ആംഗിൾ 1ഉം ആംഗിൾ 2 എന്ന് ഈ ആംഗിൾസിനെ മാർക്ക് ചെയ്തു. കാരണം അത് അവിടെ മാർക്ക് ചെയ്യാൻ കാരണം ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ ആവുന്നത്. സോ ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ഷുഡ് ബി ഈക്വൽ. ദിസ് ഈസ് യുവർ ഇക്വേഷൻ നമ്പർ 1. ഈസ് ദർ എനി പ്രോബ്ലം? ഓക്കെ, യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ്, നോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ട്രയാങ്കിൾ കൺസ്ട്രക്ഷൻ നടത്തുന്നു. വെറുതെ കൺസ്ട്രക്ഷൻ നടത്തിയപ്പോൾ ഈ ലെങ്ത് ഈക്വലായിട്ടുള്ള ഒരു സൈഡ് ഇവിടെ വരത്തക്ക രീതിയിലാണ് കൺസ്ട്രക്ഷൻ നടത്തിയത്. അപ്പോൾ ഇത് ഐസോസെലസ് ആയി. അപ്പോൾ ഈക്വലായിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതിന് ആംഗിൾ 1ഉം ആംഗിൾ 2 എന്ന് വിളിച്ചാൽ ആംഗിൾ 1 ഈക്വൽ ആംഗിൾ 2 ആകും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഗിവൺ ആയിട്ടുള്ളൊരു കാര്യത്തിലോട്ട് നമുക്ക് തന്ന സാധനത്തിനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താ തന്ന സാധനം? ഇതല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താണത്? ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് ദാറ്റ്? ബി ഡി ഡിവൈഡ് ബൈ സി ഡി ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡ് ബൈ എ സി. വാട്ട് ഈസ് ദാറ്റ്? ബി ഡി ഡിവൈഡ് ബൈ സി ഡി ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡ് ബൈ എ സി. ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് എന്ത് വരും നോക്കി ആലോചിക്കുക. ബി ഡി ഡിവൈഡ് ബൈ സി ഡി ഞാൻ അതുപോലെ എഴുതി. എ ബി ബൈ എ സിക്ക് പകരം, ഐ റിപ്പീറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് AB by AC, can you replace? So this AB as it is, instead of AC, what you can write? AP, no? Instead of AC, what I can substitute? AP, no? Yes. Now just see. Let it be a... Okay, ഇത് വേണ്ട സെക്കൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. ദാറ്റ് ഇംപ്ലൈസ് എന്താണ് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു ട്രയാങ്കിളിൽ ചുമ്മാ നിൽക്കാം. ഒരു ട്രയാങ്കിളിൽ ചുമ്മാ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലൈനും ഇതും പാരലാണോ എന്ന് നമുക്കറിയത്തില്ല. സപ്പോസ് ഇത്രേൻ്റെ മെഷർ എയും ഈ മെഷർ ബിയും ഈ മെഷർ സിയും ഈ മെഷർ ഡിയും ആണെങ്കിൽ എ ബൈ ബിയും സി ബൈ ഡിയും ഈക്വലായി വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനും പാരലായിരിക്കും എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് അതിനൊരു പേരുണ്ടായിരുന്നു? കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം. കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം എന്താ പറയുന്നത് എന്നൂടെ പറഞ്ഞുതരാം. വേഗം പറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ രാവിലെ ഇരുന്നതാണ്, ഇപ്പോഴും വീഡിയോ എടുത്ത് തീർന്നിട്ടില്ല. ആരൊക്കെ ഇത് കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ പണിയെടുക്കുന്നു, അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഒരു ലൈനുണ്ട്. ആ ലൈനും ഇതും പാരലാണോ എന്ന് എനിക്കറിയില്ല. അത് പാരലാണെന്ന് എനിക്കറിയില്ല. ഈ മെഷർമെൻറ്റ് എയും ഈ മെഷർമെൻറ്റ് ബിയും ഈ മെഷർമെൻറ്റ് സിയും ഈ മെഷർമെൻറ്റ് ഡിയും ആണെങ്കിൽ ഇത് രണ്ടും പാരലാകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം അനുസരിച്ച് എ ബൈ ബിയും സി ബൈ ഡിയും ഈക്വലായി വന്നാൽ അത് രണ്ടും പാരലാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ബി ഡി ബൈ സി ഡി. ഇതാണ് ബി ഡി ബൈ സി ഡി. ഈസ് ഈക്വൽ ടു എ ബി ബൈ എ പി. ഇതാണ് എ ബി ബൈ എ പി. ഇതിൻ്റെ അർത്ഥം എന്താ? ബി ഡി ബൈ സി ഡിയും ഈസ് ഈക്വൽ ടു എ ബി ബൈ എ പിയും എ ബി ബൈ എ പിയും. അതായത് ബി ഡി സി ഡി എന്നതിൻ്റെ റേഷ്യോയും എ ബി എ പി എന്നതിൻ്റെ റേഷ്യോയും ഈക്വലാണ്. അതായത് ദിസ് ബൈ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ് ആണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഈ ലൈനും പാരലാകുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ, ഒരു ട്രയാങ്കിൾ ഈ ലൈനും പാരലാണെന്ന് പ്രൂവ് ചെയ്യാൻ ദിസ് ബൈ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ് എന്ന് കണ്ടാൽ മതി. അതായത് ദിസ് ബൈ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ് ആകുന്നത് കൊണ്ട് ഈ ലൈനും പാരലാകൂലേ? യെസ്. സോ വാട്ട് വി ക്യാൻ സേ ബൈ കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം വാട്ട് വി ക്യാൻ കൺക്ലൂഡ്? എ ഡി ഈസ് പാരലൽ ടു പി സി. വാട്ട്? എ ഡി ഈസ് പാരലൽ ടു പി സി. എ ഡിയും പി സി എന്താവും? പാരലാവും. ഓക്കെ, എ ഡിയും പി സി എന്താവും? പാരലായും. കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ലൈനും പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനും പാരലും നോക്കിക്കോളൂ നിങ്ങൾ. ഇപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ലൈനും പാരലാണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ ഈ ഒരു ട്രാൻസ്വേഴ്സർ കൺസിഡർ ചെയ്യുക. ഈ രണ്ട് പാരലൈനെ ക്രോസ് ചെയ്യുന്ന ഈ ട്രാൻസ്വേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ 1ഉം. ഇതിനെ ഞാൻ ആംഗിൾ 1 മാർക്ക് ചെയ്തേ. സോറി കേട്ടോ, ആംഗിൾ 1 മാർക്ക് ചെയ്യേണ്ടത്. ഇതിന് നമുക്ക് ഇവിടെ ആംഗിൾ 1, ഇവിടെ ആംഗിൾ 3യും ആംഗിൾ 4ഉം കൊടുക്കാം കേട്ടോ. ഇവിടെ ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 എന്ന് എഴുതണേ. സോറി കേട്ടോ, ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ലൈൻ പാരലാന്ന് മനസ്സിലായി, പാരലാന്ന് കിട്ടി. അതുകൊണ്ട് മാത്രം ഇതൊരു ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിളും എന്താണെന്ന് വരിക? ഈ റോസ് ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസായിട്ട് വരിക. നോക്കി,
രണ്ട് പാരലൈനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിളാണ് ഇതും അവ ഈക്വലായിരിക്കും. അതുപോലെ തന്നെയല്ലേ ഇതും വന്നേക്കുന്നത്. അതായത് ആംഗിൾ 3 ആംഗിൾ 1 കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അത് ഈക്വലായിരിക്കും. സോ വാട്ട് വി ക്യാൻ സേ ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 1. Let it be a second equation. Why? Because corresponding angles formed. Is there any problem? No. ഇനി നിങ്ങൾ നോക്കുക, ഈ ആംഗിൾ 2നും ആംഗിൾ 4ഉം ഈക്വലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും? നിങ്ങൾ ചിലപ്പോൾ ഒന്നും പറയില്ല. പക്ഷേ ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈക്വലാണ്. കാരണം എന്താ? രണ്ട് പാരലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വലാണ്. അതുപോലെയല്ലേ രണ്ട് പാരലൈൻസിനെ ഈ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ? രണ്ട് പാരലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഈക്വലാണ്. അപ്പം ഇതിനെ ഇങ്ങനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളും ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ്, അതായത് ആംഗിൾ 2 ആംഗിൾ 4 ഈക്വലാണ്. യു മേ അണ്ടർസ്റ്റുഡ്, നോ? സോ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ലെറ്റ് ഇറ്റ് ബി എ തേർഡ് എക്സ്പ്രഷൻ. യു മേ അണ്ടർസ്റ്റുഡ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ. സോ ഇപ്പം നമുക്ക് 1, 2, 3 ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, വാട്ട് യു ക്യാൻ കൺക്ലൂഡ്? ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഈസ് യുവർ സെക്കൻഡ് ഇക്വേഷൻ, ദിസ് ഈസ് യുവർ തേർഡ് ഇക്വേഷൻ. വാട്ട് യു ക്യാൻ കൺക്ലൂഡ്? ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ആംഗിൾ 1. ആംഗിൾ 1 എടുക്കുന്നു. ആംഗിൾ 1 എന്തിനോട് ഈക്വലായിരിക്കും? തേർഡ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത് ആംഗിൾ 1 ഈസ് ഈക്വൽ ആംഗിൾ 3 എന്നാണ്. ഇനി ആ ആംഗിൾ 3 എന്തിനോട് ഈക്വലാണെന്ന് നമ്മുടെ അടുത്തുണ്ട്? ആംഗിൾ 4നോട് ഈക്വലാണെന്നുണ്ട്. ഇനി ആ ആംഗിൾ 4 എന്തിനോട് ഈക്വലാകുന്നുണ്ട്? ആംഗിൾ 2. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വലാവില്ലേ? സപ്പോസ് ആംഗിൾ 1 എക്സ് ആണെങ്കിൽ ആംഗിൾ 3ഉം എക്സ്. ഇനി ആംഗിൾ 3 എക്സ് ആകുന്നതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ 3x, അപ്പോൾ ആംഗിൾ 4ഉം എക്സ് ആവും. ഇനി ആംഗിൾ 4x എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണല്ലോ, അപ്പോൾ ആംഗിൾ 2x ആവും. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ആംഗിൾ 2. നോ, ഹെൻസ് ദ പ്രൂഫ്. വി ആർ സപ്പോസ് ടു പ്രൂവ് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ്. സോ ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ നീട്ടിക്കഴിയുമ്പോൾ ആ എക്സ്ട്രാ നമ്മൾ നീട്ടുന്ന പോർഷൻ, പ്രൊഡ്യൂസ് ചെയ്യുന്ന പോർഷൻ AP-യും ഈ AC-യും ഈക്വലാകുന്ന രീതിയിലാണ് നമ്മളത് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളൊരു എക്സ്ട്രാ ആഡഡ് ഇൻഫർമേഷനാണ്. ഇത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നോക്കുമ്പം നമ്മൾ നോക്കി ഈ ആംഗിൾ 3 ഈക്വൽ ആംഗിൾ 4 വരാനുള്ള കാരണം എന്താ? കാരണം ഈ രണ്ട് സൈഡും ഈക്വലാകുമ്പോൾ അത് ഐസോസലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. അങ്ങനെ അത് എഴുതി. അതിനുശേഷം ഗിവൺ ആയിട്ടുള്ള ഈ ഇൻഫർമേഷനിൽ ചെറിയൊരു ആൾട്ടറേഷൻ നടത്തി നോക്കുമ്പോൾ കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം അവിടെ ഉപയോഗിക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ AD പാരലൽ ടു BC എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. അത് കിട്ടിയതിന് ശേഷം കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെയും ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെയും ബേസിൽ അല്ലേ, കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെയും ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെയും ബേസിൽ ഇതെന്താണ്? ആംഗിൾ 3ഉം ആംഗിൾ 1ഉം ഈക്വലാകാൻ കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ്, ഇത് രണ്ട് ഈക്വലാകാൻ കാരണം ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് അറിയിക്കൽ. അതിൻ്റെ ബേസിൽ രണ്ട് ഇക്വേഷൻ കിട്ടി. അങ്ങനെ ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ ഈ റിസൾട്ടിലെത്തും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സ്റ്റാൻഡേർഡാണ് ക്വസ്റ്റ്യൻ. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. അത് ഇന്ന് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതും തരും. അങ്ങനെ മൊത്തം 5 വീഡിയോസ് ആയിട്ടാണ് ക്ലാസ് തരിക. ഓക്കെ.